എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. വ്യത്യസ്തമായിരിക്കുന്ന ധാരാളം ആരാധനാ മൂർത്തികളിൽ നിന്നും ധന്വന്തരി മൂർത്തി സങ്കല്പം വളരെ ശ്രദ്ധേയമാണ്. കാരണം നാം എല്ലാവരും എന്തെല്ലാം നേടിക്കഴിഞ്ഞാലും നമ്മുടേതായ ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രമുഖമായ ഒന്നാണ്. സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം നേടുമ്പോഴും, എല്ലാവിധത്തിലുള്ള പേരും പ്രശസ്തിയും ഐശ്വര്യവും എല്ലാം നേടുമ്പോഴും നമുക്ക് സ്വയം എന്തിനേയും ഏതിനേയും ആസ്വദിക്കാനും എന്തിനേയും ഏതിനേയും അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനും വേണ്ടിയുള്ള ആരോഗ്യം ഏറ്റവും പ്രമുഖമാണ്. അതുകൊണ്ട് തന്നെ മൃത്യുഞ്ജയ മൂർത്തിയുടെ സങ്കല്പവും ധന്വന്തരി മൂർത്തിയുടെ സങ്കല്പവും എല്ലാം ഭക്തജനങ്ങൾക്കിടയിൽ വളരെയധികം അനുഗ്രഹമാണ്. മൃത്യുഞ്ജയമൂർത്തി എന്ന ഒരു സങ്കല്പം ശിവസങ്കല്പത്തിലുള്ള ആരോഗ്യ ബലത്തിനു വേണ്ടിയുള്ള മൂർത്തി സങ്കല്പമാണ്. അതുപോലെ വൈഷ്ണവ സങ്കല്പത്തിലുള്ള ആരോഗ്യ ബലത്തിനു വേണ്ടിയുള്ള ഏറ്റവും പ്രധാന മൂർത്തി സങ്കല്പമാണ് ധന്വന്തരി. ആയുർവേദത്തിൻ്റെ ആചാര്യനായും ധന്വന്തരമൂർത്തിയെ പറയാറുണ്ട്. ആയുർവേദ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ ഒറ്റമൂലി പ്രയോഗം പോലെയുള്ള പരമ്പരാഗതമായ കാര്യങ്ങൾ ചെയ്തു വരുന്ന എല്ലാ ആൾക്കാരും, ആചാര്യന്മാരും, അങ്ങനെയുള്ള വൈദ്യന്മാരും അങ്ങനെയുള്ളവരെല്ലാം തന്നെ ധന്വന്തരി മൂർത്തിയുടെയോ മൃത്യുഞ്ജയ മൂർത്തിയുടെയോ ഉപാസകരായിരിക്കും. കാരണം ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മുമ്പുള്ള ആൾക്കാർ അവരുടെ അനുഭവത്തിലൂടെ പറഞ്ഞു തന്നതാണ് നാം ചെയ്യുന്നത്. അതിന് നമ്മുടെ വെറും ഒരു പ്രായോഗികമായ അറിവുകൾ മാത്രം പോരാ, അതിനപ്പുറം അളവറ്റ ഈശ്വര കടാക്ഷം കൂടെ വേണം, ഒരു കൈപ്പുണ്യം കൂടെ വേണം. നമ്മുടെ മുൻ തലമുറയിലുണ്ടായിരുന്ന ആയുർവേദ സംബന്ധമായിട്ടുള്ള ആൾക്കാരെല്ലാം, അല്ലെങ്കിൽ വൈദ്യന്മാർ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം വളരെയധികം കൈപ്പുണ്യം ഉള്ളവരായിരുന്നു. അവർക്ക് ആ കൈപ്പുണ്യം മുഴുവൻ തന്നെ നേടിയത് ഇപ്രകാരമുള്ള ഉപാസനകളിലൂടെയാണ്. നമുക്കും പ്രാർത്ഥിക്കാം മൃത്യുഞ്ജയമൂർത്തിയെയും ധന്വന്തരമൂർത്തിയെയും എല്ലാം. അതിലൂടെ നമുക്കും ആയുരാരോഗ്യ ബലം എല്ലാം ഉണ്ടാവട്ടെ. വിഷ്ണു ഭഗവാന്റെ വ്യത്യസ്തമായ ധാരാളം മൂർത്തി സങ്കല്പങ്ങൾ നാം കേട്ടിട്ടുണ്ട്. ശ്രീരാമനായിട്ടും ധർമ്മ സംരക്ഷണത്തിനു വേണ്ടി, അതുപോലെ ശ്രീകൃഷ്ണൻ അധർമ്മികളെ മുഴുവൻ തന്നെയും തുടച്ചു മാറ്റി ധർമ്മസംരക്ഷണത്തിൻ്റെ മൂർത്തിയാണ്. ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്ന പല പല അവതാര സങ്കല്പങ്ങളുമുണ്ട്, ഭാവങ്ങളുമുണ്ട്. നരസിംഹമൂർത്തിയായും വാമനനായും പരശുരാമനായും എല്ലാം. അതുപോലെ തന്നെ ആ വിഷ്ണു ഭഗവാന്റെ മറ്റൊരു ഭാവമാണ് ധന്വന്തരി എന്ന് പറയുന്നത്. അപ്പോൾ ധന്വന്തരിയെ പാലാഴി മഥനത്തിൽ അമൃതം കൊണ്ട് ഉയർന്നു വന്ന ഒരു സങ്കല്പമായാണ് പുരാണങ്ങളിൽ കാണുവാൻ സാധിക്കുക. ധന്വന്തരിക്ക് വ്യത്യസ്തമായ ധാരാളം കഥകളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രമുഖം എന്ന് പറയുന്നത് പാലാഴി മഥനത്തിൽ അമൃതരസത്തിന് വേണ്ടി ദേവന്മാരും അസുരന്മാരും കൂടെ ഒരുമിച്ച് ശ്രമിക്കുകയാണ്. ദുർവാസാവ് മഹർഷിയുടെ ശാപം കൊണ്ട് ദേവന്മാർക്ക് ജരാനരകളേക്കുകയും അവരുടെ എല്ലാ ആരോഗ്യവും ശക്തിയും എല്ലാം ക്ഷയിച്ച് അവർക്ക് ഉണ്ടായിരുന്ന എല്ലാ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഇല്ലാണ്ടാവുകയാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ആരോഗ്യം വീണ്ടെടുക്കണം. അപ്പോഴേ രാജ്യവും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ജരാനരകൾ പാലിച്ച് വൃദ്ധരായിക്കൊണ്ടിരിക്കണം, നമുക്ക് അതിനൊന്നും സാധിക്കത്തില്ല. ഇത്തരം ഒരു സന്ദർഭത്തിൽ അസുരന്മാരെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരിക്കലും ആ ഒരു മരണമില്ലാതെ ആക്കുന്ന അത്ഭുതകരമായ ശക്തിയോടുകൂടി അമൃതിനെ നമുക്ക് സ്വന്തമാക്കണം. നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് അസുരന്മാരോടും കൂടെ ചേർത്തുകൊണ്ട് ആ പാലാഴി മഥനം എന്ന് പറഞ്ഞ കർമ്മം ആരംഭിക്കുകയും അതിൽ നിന്നും പാലാഴിയിൽ നിന്നും അമൃത കുംഭവുമായി ധന്വന്തരി ഭഗവാൻ ഉയർന്നു വന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ ആ ധന്വന്തരി കൊണ്ടുവന്ന അമൃതം എന്ന് പറഞ്ഞാൽ മരണത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വസ്തു തന്നെയാണ്. ഇന്നും പലവിധേനയുള്ള ചികിത്സാ മാർഗങ്ങളിലൂടെ നാം എല്ലാം അന്വേഷിക്കുന്നതും തേടുന്നതും രോഗാതി ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയുള്ള മാർഗമാണ്. അപ്പോൾ ആ ഭഗവാന്റെ ആ ഒരു അവതാര രൂപം അല്ലെങ്കിൽ ആ ഒരു സങ്കല്പം നമുക്കും പ്രാർത്ഥിക്കണം. വിഷ്ണു ഭഗവാന്റെ ഏറ്റവും പ്രശസ്തമായ മന്ത്രമാണ് ഓം നമോ നാരായണായ. അഷ്ടാക്ഷര മന്ത്രം എന്ന് പറയും. നിത്യേന രാവിലെയും വൈകിട്ടും 108 പ്രാവശ്യം ഈ മന്ത്രം ജപിക്കാം. ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവും. അതിനോടൊപ്പം തന്നെ ഈ ധന്വന്തരി മന്ത്രവും ഓം നമോ ഭഗവതേ ധന്വന്തരയേ അമൃത കലശഹസ്തായ സർവാമയ വിനാശകായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ സ്വാഹ. ധന്വന്തരി മൂർത്തിയുടെ ഈ മന്ത്രവും നിത്യേന ജപിക്കാം. 36 പ്രാവശ്യമോ 108 പ്രാവശ്യമോ ഒക്കെ ജപിക്കാം. വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടോ മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടോ വേണം ജപിക്കാൻ. പൂജാമുറിയിൽ നെയ്വിളക്ക് കത്തിച്ച് വെക്കുക. ഭഗവാന്റെ ചിത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കുക. അപ്പോൾ ധന്വന്തരിയുടെ ചിത്രം കിട്ടാൻ പാടാണ്. അപ്പോൾ വിഷ്ണു ഭഗവാന്റെ ചിത്രം ആയാലും മതി. അപ്പം കണ്ണടച്ചിരുന്ന് ഭഗവാന്റെ രൂപത്തെ ഒന്ന് മനസ്സിലേക്ക് തെളിയിപ്പിക്കുക. ചിത്രത്തിലല്ല, നമ്മുടെ മനസ്സിലേക്ക് ആ ഭഗവാന്റെ രൂപത്തെ ഒന്ന് ധ്യാനിക്കുക. നെയ്വിളക്ക് കത്തിച്ച് വെച്ചിട്ട് വേണം ജപിക്കാൻ. അതിൻ്റെ മുമ്പിൽ ഒരു പലകയോ പായോ ഇട്ടിരുന്നിട്ട് വേണം ജപിക്കാൻ. അതിനുശേഷം ഈ മന്ത്രം ഒരു 108 പ്രാവശ്യമോ പറ്റുന്ന പോലെ 1008 108
336 യഥാശക്തി പ്രാവശ്യം ജപിക്കുക. വ്രതം എടുത്തുകൊണ്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. മാസത്തിലൊരു ദിവസമോ പൗർണമി ദിവസമോ വിഷ്ണു ആരാധനയ്ക്ക് പ്രധാനമായിരിക്കുന്ന രോഹിണി, തിരുവോണം പോലെയുള്ള ദിവസങ്ങളിലോ ഒക്കെ ജപിക്കാവുന്നതാണ്. ആ ദിവസങ്ങളിൽ വ്രതം എടുത്തുകൊണ്ട് യഥാശക്തി പ്രാവശ്യം ജപിക്കാം. നിത്യജപത്തിന് വേണ്ടിയും ധന്വന്തരി മന്ത്രം ഉപയോഗിക്കാം. തുളസീദളം ശിരസിൽ ചൂടുകയോ തുളസി കതിരി ചൂടുകയോ ഒക്കെ ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ ഭഗവാനെ പൂജാതി കർമ്മങ്ങൾ അറിയാവുന്നവരാണെങ്കിൽ പത്മവിട്ട് ധന്വന്തരി മൂർത്തിയെ പൂജിച്ച് നിവേദ്യം നമ്മൾ പ്രസാദമായി സേവിക്കുകയും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയും ഉത്തമമാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ധന്വന്തരി മന്ത്രജപത്തിന് ഏറെ വിശേഷമാണ്. വിഷ്ണു ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന രോഹിണി, തിരുവോണം നക്ഷത്രങ്ങൾ ഉത്തമമാണ്. സർവ്വ ആരാധനകൾക്കും വേണ്ടി വിശേഷമായിരിക്കുന്ന പൗർണമി ദിവസവും ഏറെ വിശേഷമായി ധന്വന്തരി മന്ത്രജപങ്ങൾ ചെയ്യാം. മഞ്ഞപ്പട്ടെടുത്തുകൊണ്ടോ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടോ ജപിക്കാം. ഏറ്റവും ശുദ്ധവും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ജപിക്കുന്നത് കൂടുതൽ ഗുണകരമാണ്. അപ്പം നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്തിരിക്കുന്ന പാപദോഷ ദുരിതങ്ങളുടെ ഫലമാണ് രോഗാദി ക്ലേശങ്ങൾ എന്നൊരു സങ്കല്പമുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരണേ. ഭൗതികപരമായ ശാരീരിക സൗഖ്യത്തിന് വേണ്ടിയും അതിനപ്പുറം പൂർണ്ണമായ മനഃശാന്തിക്ക് വേണ്ടിയും ഭഗവാനെ പ്രാർത്ഥിക്കാം. ശരീരത്തിൻ്റെ ക്ഷയിച്ചു പോകുന്നൊരവസ്ഥ മാത്രമല്ല രോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. മനസ്സിനുണ്ടാകുന്ന അമിതമായ ആശങ്കകളും മാനസികമായ അസ്വസ്ഥതകളും എല്ലാം രോഗം എന്ന രീതിയിൽ ചിന്തിക്കാം. അപ്പം ശാരീരികവും മാനസികവുമായ സൗഖ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ആവശ്യം. അതിന് ഏറ്റവും പ്രധാനമാണ് ധന്വന്തരി മൂർത്തിയുടെ മന്ത്രജപം. അതിനോടൊപ്പം അഷ്ടാക്ഷര മന്ത്രം ഓം നമോ നാരായണായ ജപിക്കാം. ഗായത്രി മന്ത്രം ജപിക്കുന്നതും ഈ മന്ത്രജപത്തിൻ്റെ ശക്തിയെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്ന് ആചാര്യന്മാർ പറയുന്നു. ധന്വന്തരി ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിലും ധന്വന്തരി മന്ത്രം കൊണ്ടുള്ള അർച്ചനകൾ നമുക്ക് ചെയ്യാം. മരുത്തോർവട്ടം ധന്വന്തരി ക്ഷേത്രം എന്ന വളരെ പ്രശസ്തമായൊരു ക്ഷേത്രമുണ്ട്. അതുകൂടാതെ പല സ്ഥലങ്ങളിലും ആയുർവേദ സംബന്ധമായ പൗരാണികമായ ചികിത്സാ സമ്പ്രദായങ്ങൾ തുടരുന്ന പല വൈദ്യശാലകളോ അങ്ങനെയുള്ള സങ്കേതങ്ങളിലൊക്കെ അവരുടെ ഉപാസനാമൂർത്തിയായോ അവരുടെ ക്ഷേത്രമായോ ഒക്കെ ധന്വന്തരി മൂർത്തികളെ പ്രാർത്ഥിക്കുന്നുണ്ട്, ആചരിക്കുന്നുണ്ട്. അപ്രകാരമുള്ള ധന്വന്തരി സങ്കേതങ്ങളിൽ നമുക്ക് പോയി വഴിപാടുകളോ പൂജകളോ ഒക്കെ ചെയ്യുന്നത് ഏറെ വിശേഷമാണ്. അതൊന്നും അല്ലെങ്കിൽ തന്നെ സമീപത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യാം. താമര ഇതൾ കൊണ്ടോ അല്ലെങ്കിൽ തുളസി ഇല കൊണ്ടോ ഒക്കെ അർച്ചന ചെയ്യുന്നത് ഏറെ വിശേഷമാണ്. താമര പൂ കൊണ്ട് ഭഗവാന് മാല ചാർത്താം. തുളസി കൊണ്ട് ഭഗവാന് മാല ചാർത്താം. കരിക്ക് അഭിഷേകം അല്ലെങ്കിൽ കരിക്ക് നിവേദിക്കുക, കദളിപ്പഴം നിവേദിക്കുക, പാലഭിഷേകം നടത്തുക. ഇപ്രകാരമുള്ള വഴിപാടുകളും ധന്വന്തരി മൂർത്തിയുടെ പ്രീതിക്ക് ഗുണകരമാണ്. ക്ഷേത്രങ്ങൾ നടത്തുന്ന വഴിപാടുകൾക്ക് വൈഷ്ണവ ആരാധനയ്ക്ക് പ്രാധാന്യമുള്ള ബുധൻ, വ്യാഴം ദിവസങ്ങളും സർവ്വ ആരാധനകൾക്കും വേണ്ടി ഉത്തമമായ പൗർണമി ദിവസം, രോഹിണി നക്ഷത്രം, തിരുവോണ നക്ഷത്രം ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ക്ഷേത്ര സംബന്ധമായി ധന്വന്തരി മൂർത്തിയുടെ വഴിപാടുകൾ നടത്താൻ ഏറെ ഗുണകരമാണ്. ക്ഷേത്രത്തിൽ വഴിപാടായി നടത്തുമ്പോൾ മഞ്ഞ പട്ട് ചാർത്തുക, അതും ഏറെ വിശേഷമാണ്. ഭഗവാന്റെ അനുഗ്രഹത്തിന് പ്രയോജനപ്പെടും. രോഗദുരിതങ്ങളെ കൊണ്ട് ക്ലേശിക്കുന്നവർക്ക് കരിക്ക് നിവേദിക്കുകയും കദളിപ്പഴം നിവേദിക്കുകയും ചെയ്തതിന് ശേഷം അത് പ്രസാദമായി സേവിക്കാവുന്നതാണ്. ധന്വന്തരി കടാക്ഷത്തിന് വേണ്ടി സപ്തമന്ത്രങ്ങളുണ്ട്, 7 മന്ത്രങ്ങളുണ്ട്. ഇവ ജപിക്കുന്നത് 1000 ആരോഗ്യ ബലത്തിന് നമ്മെ സഹായിക്കും. ഓം കേശവായ നമ, ഓം വിഷ്ണവേ നമ, ഓം ദേവമന്ദിരായ നമ, ഓം മഹായോഗിനേ നമ, ഓം സർവാത്മകായ നമ, ഓം ചിതേയ നമ, ഓം മധുപ്രിയായ നമ. ഈ 7 മന്ത്രങ്ങളും 3 പ്രാവശ്യം വീതം നിത്യേന ജപിക്കാം. ധന്വന്തരി മൂർത്തിയുടെ രോഗശമന മന്ത്രം രോഗ ദുരിതങ്ങൾ നീങ്ങാനും 1000 ആരോഗ്യ ബലത്തിനു വേണ്ടിയും നിത്യേന ജപിക്കാവുന്നതാണ്. 736 പ്രാവശ്യം വീതം നിത്യേന രാവിലെയും വൈകിട്ടും ജപിക്കാം. 41 ദിവസവും 21 ദിവസമൊക്കെ ജപിക്കുന്നത് വളരെ ഗുണകരമാണ്. ഓം നമോ ധന്വന്തരിയെ വിശ്വരൂപാത്മനെ ശ്രീം ധന്വന്തരിയെ ജ്ഞാനായ ജ്ഞാനമാർഗായ സർവരോഗശമനം കുരു സ്വാഹ. നിത്യേന 2 നേരവും 36 പ്രാവശ്യം വീതം ജപിക്കാം. വെളുത്ത പക്ഷത്തിലെ ദശമി നാളിൽ ജപം തുടങ്ങുന്നത് ഏറെ ഉത്തമമാണ്. മരുത്തോർവട്ടം ധന്വന്തരി ക്ഷേത്രം, തോട്ടുവ ധന്വന്തരി ക്ഷേത്രം, വളരെ പ്രശസ്തമായിട്ടുള്ള നെല്ലുവായി ധന്വന്തരി ക്ഷേത്രം, ഇങ്ങനെ കുറേ ധന്വന്തരി മൂർത്തിയുടെ അത്ഭുത സങ്കേതങ്ങളുണ്ട്. ഇത് കൂടാതെയും ഒട്ടനവധി
ആയുർവേദ വൈദ്യശാലകളുടെ ഭാഗമായോ പാരമ്പര്യ വൈദ്യന്മാരുടെ ഉപാസനാമൂർത്തിയായോ ഒക്കെ അവരുടെ ഉപാസനാഭാഗമായുള്ള പ്രത്യേകമായ വെച്ചാരാധനകളായൊക്കെ ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിച്ചു വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സങ്കേതങ്ങളിലൊക്കെ നമുക്ക് ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമാണ്. ക്ഷേത്രങ്ങൾ ധന്വന്തരി മൂർത്തിക്ക് കുറവായതുകൊണ്ട് തന്നെ സാധിക്കുന്നില്ല എന്ന് വിഷമിക്കേണ്ട. വിഷ്ണു ഭഗവാന്റെ തന്നെ പൂർണ്ണമായ ഭാവമായതുകൊണ്ട് സമീപത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ധന്വന്തരി സങ്കല്പത്തിൽ പ്രാർത്ഥിച്ചാലും മതി. അതും പൂർണ്ണമായ ഫലപ്രാപ്തി നമുക്ക് നൽകും. എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും അനുഗ്രഹവും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവ്വം നന്ദി, നമസ്കാരം.